ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പം നല്ല തിരക്കുള്ളത് കാരണമാണ് ഇപ്പൊ പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തതേ. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോ ഒരു ചുരിദാർ വെട്ടാൻ ലൈനിങ് മടക്കിയിട്ടേക്കാണ്. അതിനകത്ത് എങ്ങനെ നമുക്ക് കൈക്കുഴി ചുളിവൊന്നും വരാതെ ആം ഹോൾ മാർക്ക് ചെയ്യാന്ന് നോക്കാം. എനിക്കിവിടെ എടുക്കേണ്ട ഷോൾഡർ 6.5, ഷോൾഡറിന്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ആം ഹോള് 6. അപ്പോൾ ആം ഹോളിന്റെ അവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് റൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ 10.4 10.4 മാർക്ക് ചെയ്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ആ വരകൾ തമ്മിലൊന്ന് യോജിപ്പിക്കാം. ഷോൾഡറിന്റെ അവിടെ നിന്ന് 6.4, ഷോൾഡർ 6.4, അവിടെ നിന്ന് ആം ഹോള് കറക്റ്റ് 6. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് ആം ഹോൾ വരച്ച 6 അപ്പൊ അതിന്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യണം. ഇതിന്റെ പകുതി, അതായത് ഈ ലെങ്തിന്റെ പകുതി 6 നമ്മൾ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. കണ്ട? ഇനി അടുത്ത് ഈ കോർണറിൽ നിന്ന് തന്നെ ഈ ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തതിന്റെ സെന്റർ പോയിന്റും കൂടി മാർക്ക് ചെയ്യണം. അപ്പൊ 3 മാർക്കിംഗ് വരും. ഒന്ന്, ആ ഷോൾഡറിന്റെ അവിടെ നിന്ന് ആം ഹോൾ എത്രയാണോ അതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അടുത്ത് ഈ കോർണറിൽ നിന്ന് ഈ ബ്രസ്റ്റ് പോയിന്റ് എത്രയാണോ, അത് ഇവിടെ നോക്കുമ്പോൾ ഈ ബ്രസ്റ്റ് പോയിന്റ് ഇത് 2 ഇഞ്ച് തയ്യൽത്തും വിട്ടേക്കണേ. ടോട്ടൽ 4 ഇഞ്ച്. ഈ 4 ഇഞ്ചിന്റെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ 3 ലൈനായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് ഒരുവിധമെന്നല്ല, ഒരല്പം പോലും ചുളുക്ക ആ കൈക്കുഴിയിൽ വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റേ. അപ്പൊ ഇതിൽ നല്ല അറിവുകൾ വേറെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇതിനെ കുറ്റം പറയാൻ ആരും നിൽക്കണ്ട. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്, ഇതുവരെ തെറ്റിയിട്ടില്ല. കൈക്കുഴി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അറിഞ്ഞൂടാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.